ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതാ അമിതകന പറന്ന പ്രാവുകൾ, നല്ല എനേജിൽപ്പെട്ട പ്രാവുകൾ. ഇത് തലപ്പുള്ളി മോനാണ്. ഓക്കെ, ഇതിനൊക്കെ പറത്തിയിട്ടുണ്ട് നിങ്ങൾ? പറത്തി നോക്കിയിട്ടുണ്ടോ? ഇത് 2 പറ പറപ്പിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ഒരു എത്ര പറഞ്ഞിട്ടുണ്ട്? അത് ഫസ്റ്റ് പറ ഇതേമാതിരി വിട്ട് 4 മണിക്ക് ഇട്ടിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറക്കി. രണ്ടാമത്തെ വിട്ട് 2 മണിക്ക് വിട്ട് പിറ്റേ ദിവസം 2 മണിക്ക് വിട്ടിട്ട് 11 മണി കഴിഞ്ഞു രാത്രിയോ. നല്ല കയറി പറക്കൂലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അമിതാഖാൻ്റെ മോനാണിത്. അടുത്ത പ്രാവിൻ്റെ ആളാണ്. ഓക്കെ, പ്രാവുണ്ട് പറഞ്ഞാ പ്രാവില്ല, എനിക്ക് പ്രാവിന് ഇഷ്ടമല്ലേ? പ്രാവിന് ഇഷ്ടമല്ലേ? അടങ്ങേറ് പിടിച്ച പരിപാടിയാണ്. അടങ്ങേറ് എങ്ങോട്ട് തിരിയാനും മറിയാനും പറ്റില്ല. ഈ 2 പ്രായം ടൈമാക്കാൻ വിട്ടാൽ നമുക്ക് ഭാഷ ബ്ലഡ് ലൈനാണ് പ്രാവിൻ്റെ. ബ്ലഡ് ലൈൻ നന്നാവണം, പാരമ്പര്യം. അത് നന്നായെങ്കിൽ എന്താവുള്ളൂ, പ്രാവ് നന്നാവുള്ളൂ. കണ്ണ് ബാക്കിയുള്ള. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ അമിതാഖാൻ്റെ പ്രാവിൻ്റെ കൂട്ടിലാണ്. അപ്പോൾ നമുക്ക് അവരെ പ്രാവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പ്രാവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഹായ് ഗൈസിൽ കുറേ കാലമായിട്ട് പ്രാവിൻ്റെ വീഡിയോകളൊന്നും ഇടുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പ്രാവ് നിർത്തിയിരുന്നു കുറച്ച് കാലത്തേക്ക്. ഇപ്പോൾ വീണ്ടും തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മളെ ഒരു ഫ്രണ്ട്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാണ്. ഇവരെ കൂടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരോട് നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അമിതാഖാനോട് ചോദിക്കാം. നിങ്ങൾ എത്ര വയസ്സിലാണ് പ്രാവിക്ക് വന്നത്? നിങ്ങളെ പറ്റിയിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. പ്രാവിക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഞാൻ സ്കൂളിൽ ചേർത്ത മുന്നായിട്ട് പ്രാവിൽക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 വയസ്സിന് മുന്നേ തന്നെ പ്രാവിൽക്ക് വന്നിട്ടുണ്ട്. നമ്മളെ അയൽവാസിയിൽ പ്രാവുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയിരുന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ കയറി പോയതാണ്. സ്വന്തമായിട്ട് പ്രാവിനെ വളർത്താൻ തുടങ്ങിയത് ഏകദേശം ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വളർത്താൻ തുടങ്ങി. ഓക്കെ, അതുപോലെ ഈ പറവപ്രാവിൻ്റെ മത്സരത്തിൽ വിടലോ അങ്ങനെയൊക്കെ തുടങ്ങി എത്ര കാലമായി? പറവ ടൂർണമെന്റിക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി 2017 തൊട്ടാണ്. 2017. ഓക്കെ. പിന്നെ അതുപോലെ എന്താണ്, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ പ്രാവ് 15 മണിക്കൂറൊക്കെ പറന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ 2018. ആ സമയത്ത് കുറെ സമയത്തിന് ശേഷം കൂടുതൽ പറന്ന് നിങ്ങളെ കൂട്ടിലാണല്ലേ? അത് 89 ജയന്ത്രേട്ടന്, അത് അൺലിമിറ്റഡ് ടൂർണമെന്റ് ജയന്ത്രേട്ടൻ പറപ്പിച്ച്. അൺലിമിറ്റഡ് ടൂർണമെന്റ് ജയന്ത്രേട്ടൻ 89 14:47 അങ്ങനത്തെ ഒരു സമയം പറപ്പിച്ചിട്ട്. ഞാൻ പറപ്പിച്ച ലിമിറ്റഡ് ടൂർണമെന്റ് 15 മണിക്കൂർ ടൂർണമെന്റ് ആണ്. അതിലേക്കാണ് 15 മണിക്കൂർ പറപ്പിച്ചത്. അൺലിമിറ്റഡ് ആയിട്ടുള്ളത്. നിങ്ങൾ ലിമിറ്റഡ് ആണ് പറപ്പിച്ചത്? 15 മണിക്കൂർ ലിമിറ്റഡ് ആയിട്ടുള്ള ടൂർണമെന്റിക്കാണ്. അപ്പോൾ നിങ്ങൾ എത്ര? 15 ലിമിറ്റഡ്. 2018 കോഴിക്കോട് ഉമ്മൻ മെമ്മോറിയൽ ടൂർണമെന്റ്, അത് 15 മണിക്കൂർ. കരിമ്പിൾ ടൂർണമെന്റ്, അതും 15 മണിക്കൂർ. 15 മണിക്കൂർ ടൂർണമെന്റ്. അത് അൺലിമിറ്റഡ് ടൂർണമെന്റ് ഇവിടെ ആയിട്ടില്ല. 2018 അതില് 17 നടത്തിയിരുന്നു ടൂർണമെന്റ് കോഴിക്കോട് ഉമ്മൻ മെമ്മോറിയൽ. അതിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. അതിൽ നമുക്ക് പറക്കേണ്ട പ്രാവ് രാവിലെ വിട്ട പാടന്നെ ഒരു 10 മിനിറ്റ് ഉള്ളിൽ ഇറങ്ങി. ഒറ്റപ്രാവ് പറന്നിട്ട് 7 മണിക്ക് ശേഷം 10 മിനിറ്റ് ലോവറായി. 7:04 ശേഷം ആ പ്രാവ് ഇറങ്ങി കണ്ടില്ല. അന്ന് ലേറ്റ് ഒന്നും കാര്യമായിട്ടും ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അല്ല, ഈ 15 മണിക്കൂറിലെ മത്സരത്തിൽ എത്ര പറയും? 15 മണിക്കൂറിൽ 59 മിനിറ്റ് 45 സെക്കൻഡ് കഴിഞ്ഞാൽ അവിടെ വെട്ട് കാണിച്ചു. വെട്ടിട്ടാൽ ലിമിറ്റഡ് അല്ലേ? 13 കാര്യം തന്നെ അതിൽ ആ സമയം കുറിക്കും. അവിടെ നിന്ന് പിന്നെ 39 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്ന ചെയ്തിട്ടില്ല പ്രാവ്. അന്ന് എന്തോ ഭാഗ്യത്തിന് ഇറങ്ങി തന്നതാണ് ആ പ്രാവ്. അതങ്ങനെ ഇറങ്ങണ പ്രാവല്ല. ഏത് വർഗ്ഗം പ്രാവാണ് നിങ്ങൾ പറഞ്ഞത്? അത് വാലിക്കറുപ്പ് പ്രാവ്. നമുക്ക് ആ പ്രാവുകളൊക്കെ കുറച്ച് കാണാം. ആ പ്രാവളെ കാണിച്ചു. പ്രാവളൊക്കെ ഉണ്ട് കയ്യിൽ. ഏത് ആ ലൈന് പ്രാവിന് ആ വഴിയുള്ള പ്രാവള തന്നെയാണ് കയ്യിലുള്ളത് ഇപ്പോഴുള്ളതല്ലേ? അതുപോലെ പിന്നെ നിങ്ങൾ എന്താണ്, നിങ്ങളതിന് ഗുരു അങ്ങനെ ആയിരിക്കും? ഒരു പ്രാവില് നമുക്ക് പറവ ടൂർണമെന്റ് കാര്യങ്ങൾ, പറപ്പിക്കേണ്ട സംഗതികൾ, മെത്തേഡ്, ഫുഡ് കാര്യങ്ങളൊക്കെ നന്ദോട്ടനാണ് നമുക്ക് ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് 13 ടൂർണമെന്റൊക്കെ ആയിട്ട്. പിന്നെ അൺലിമിറ്റഡ്ക്ക് നമുക്ക് ട്രെയിനിങ് പല ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഹബ്ഡംബായാണ് മെയിനായിട്ട്. കൊച്ചിയിൽ എനിക്ക് നന്ദോട്ടനൊക്കെ അന്ന് പറഞ്ഞത് ഹബ്ഡംബായി ആയിരുന്നു. ഹബ്ഡംബായിന്റെ വോയിസ് ഉണ്ടാവും. അത് ആ വോയിസ് എനിക്ക് നന്ദോട്ടം ഫോർവേഡ് ചെയ്തില്ല. എന്നിട്ട് ആ രീതിക്കാണ് തീറ്റ കൊടുക്കല്, കടല കൊടുക്കലും, പിന്നെ ചുറ്റിപ്പും കാര്യങ്ങളൊക്കെ അന്ന് മൂപ്പരാണ് നമുക്ക്. അമ്മയും മോനെ പറഞ്ഞു. അതുപോലെ നിങ്ങളെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കൂടിന്റെ പേര് മാറണമെന്ന്. അതേപോലെ നിങ്ങൾ എവിടെയാണ് പ്രാവ് ആ സമയത്ത് പറപ്പിച്ചത്? 2018 കെട്ടിങ്ങിലെ പറപ്പിച്ചു. നിങ്ങളെ ആർക്കായിരുന്നു കൂട്ടുകാർ, പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു? അത് ഏട്ടൻ തന്നെയുണ്ട്, റഹൂഫ് റംഷീദ്, കുഞ്ഞാപ്പു എന്ന് പറയും. അവരാണ് നമ്മളെ പാർട്ണർമാര്. അവരെ സജീവമായിട്ട് നമ്മളെ കൂടെ, നമ്മൾ 3 കൂടി ആയിരുന്നു അതുണ്ടായിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പോഴും ആ ലൈനേജ് ഒക്കെ ഞങ്ങളൊരു ബൈ ടീം ആയിട്ടുണ്ടായിരുന്നു. പുത്രിക്കല് അബിയാക്ക ഉണ്ടായിരുന്നു, ഇരുമ്പൻകുടുക്ക് ഷമീർ, VKC ഇരുമ്പൻകുടുക്ക് ഷമീർ, അവരൊക്കെ ഇപ്പൊ നിർത്തി, പ്രാവിന്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. അവരൊക്കെ അന്ന് നമ്മളെ ഞങ്ങൾ ടീമായിട്ടുണ്ടായിരുന്നു.
പിന്നെ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ 2018 ഉള്ള ലൈനേജ് തന്നെയാണല്ലോ എപ്പോഴും കയ്യിലുള്ളത്, അങ്ങനെ കീപ്പൊക്കെ ചെയ്യുന്നത്? എൻ്റെ അടുത്ത് 2009 തൊട്ടുള്ള പ്രാവുകളുണ്ട്. 2009 ആ പ്രാവുകൾ ലൈൻ ഇങ്ങനെ വന്ന് അതിലേക്കാണെങ്കിൽ നമ്മൾ 15 മണിക്കൂർ വന്ന പ്രാവും കൂടി കയറിയപ്പോൾ ആ ഒരു പ്രാവുകൾ ഇതിലും കൂടി ഒരു ബ്രീഡായി ഇങ്ങനെ വന്ന് ഇപ്പോൾ ആ പ്രാവുകൾ തന്നെ കയ്യിലുള്ള പഴയ പ്രാവുകൾ 2009 തൊട്ടുള്ള പുള്ളി, വെള്ള, സബ്ജ ഐറ്റത്തിലൊക്കെ പ്രാവുകളുണ്ട്. കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രാവുകൾക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചത്തുപോയി. 14, 15, 16 വയസ്സിലൊക്കെ ആയിട്ട് ചത്തുപോയി. പക്ഷേ ആ ലൈനേജ് ഇപ്പോഴുണ്ട്. ആ ലൈന് പിന്നെ നമ്മൾ ഈ വാൽക്കറുപ്പ് അതിലേക്ക് പുതിയതായിട്ട് കയറിയ ആൾക്കാരാണ്. പിന്നെ ഒരു കരിങ്കണ്ണിലൊരു വാൽക്കറുപ്പ് സെറ്റ് ഉണ്ട്. പിന്നെ ഈ ഗുല്ല്, നന്തോട്ടൻ്റെ ഗുല്ല് ലൈൻ ഉണ്ട്. ആ ലൈന് ഈ പ്രാവിലേക്ക് കയറിയുണ്ട്. വാലിക്കറുപ്പ് ഇതൊക്കെ കൂടി ഒരു ലൈനിക്ക് ഇങ്ങനെ ആയിട്ട് കയറി വന്ന് പ്രാവുകളൊക്കെ ഒരു പല കളറിലുണ്ടായിരുന്ന പ്രാവുകളൊക്കെ ഏകദേശം ഒരു യൂണിഫോം കളർക്ക് മാറിയിട്ടുണ്ട്. കറുപ്പൊക്കെ വെള്ളയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അപ്പം ഒരു മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടാവില്ല. ഇപ്പം ഇത്ര കാലം പ്രാവ് വളർത്തിയിട്ട് നല്ലൊരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറയാൻ വാൽക്കറുപ്പ് പെണ്ണ് തന്നെ. വാൽക്കറുപ്പ് പെണ്ണ് 15 മണിക്കൂറൊക്കെ പറഞ്ഞില്ലേ, ആ പ്രാവ് അതൊരു അത്ഭുതപ്പെടുത്തുന്ന പ്രാവാ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ആ പ്രാവ്? ഒരു എന്താ പറയാ, ഒരു ലക്ഷക്കണക്കിന് പ്രാവ് ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ ഒരു പ്രാവ് ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രാവ് അത് റയറായിട്ടുള്ള പറയാൻ കാരണം എന്താ? അത് പറക്കാനായിട്ട് ജനിച്ച പ്രാവ്. അത് എത്രയോ പ്രാവശ്യം തന്നെ അന്ന് ലൈറ്റോ ഒരു കാര്യങ്ങളില്ലാത്ത കാലത്ത് പറപ്പിക്കുമ്പോഴും പ്രാവ് എല്ലാ ലൈറ്റും എമർജൻസി പോലത്തെ ലൈറ്റൊക്കെ കെട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ചിലപ്പോൾ ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലൈറ്റ് ഇട്ടാണ്ട് വെക്കും. എന്നിട്ടൊക്കെ 3 മണി, 4 മണി, 5 മണിക്കൊക്കെ ആണ് പ്രാവ് ഇറങ്ങിയത്. രാത്രി ചിലപ്പോൾ നേരം വെളുത്തിട്ട് നേരം അത് 20 മണിക്കൂറിന് മേലൊക്കെ കയ്യിൽ പറഞ്ഞിട്ടുണ്ട്, റോട്ടം പറഞ്ഞിട്ടുണ്ട്. അന്നൊരു ഇന്ന് ഈ അൺലിമിറ്റഡ് കൊടുക്കുന്ന തീറ്റ കാര്യങ്ങൾ നമ്മൾ വെറും മുത്താറി ചോളത്തിൻ്റെ ആ ഒരു തീറ്റ 13.5 ആ ഒരു തീറ്റയ്ക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ആ ടൂർണമെന്റ് അങ്ങനെ വന്ന് ആ ടൂർണമെന്റ് ആ പ്രാവിനെ കൊടുത്ത് അങ്ങനെ കൊള്ളിച്ചല്ലേ ആ പ്രാവ് അങ്ങനെ ഇറങ്ങൂല. ആ പ്രാവിന്റെ ആരോഗ്യം ഫുള്ള് തീർന്നാലേ ഇറങ്ങുള്ളൂ. പിന്നെ ആ പ്രാവ് എത്ര പറന്നാലും സാധാരണ പ്രാവുകൾ അവരെ പരിധി കഴിഞ്ഞ് പറന്നാൽ മൈൻഡ് ഔട്ടായി പോകും. ആ പ്രാവ് വന്ന് വികലാണ്, വീണ്ടും നടക്കാൻ കഴിയില്ല. പ്രാവ് ഓടിയും പോലെ എത്ര പറന്നാലും ആ പ്രാവിന് മൈൻഡ് ഔട്ട് ആവില്ല. അത് നമ്മളെ കളത്തിൽ ഇറങ്ങുള്ളൂ. പിന്നെ അതേപോലെ ആ പ്രാവുകൾ നമുക്ക് ആ പ്രാവുകളൊക്കെ കാണാട്ടോ എപ്പോഴും ഉണ്ടല്ലോ പെൺപ്രാവിലെ? ഇല്ല, പെൺപ്രാവ് ഇപ്പം ഇല്ല, അതിന്റെ ലൈനാ കയ്യിലുള്ള. ആ ലൈന് പ്രാവുകളുണ്ടല്ലേ. പിന്നെ അതിങ്ങനെ വലിഞ്ഞു പോകലാണ്, എങ്ങനെയാണ് പറവ് എങ്ങനെയാണ് അത്? നമുക്ക് ടൈം അമ്പയർക്ക് ഒരു ടെൻഷനും ഇല്ല. അമ്പയർക്ക് എപ്പം നോക്കിയാലും പ്രാവിനെ കാണും. 2 തെങ്ങിന്റെ ഹൈറ്റിലുണ്ടാവും പ്രാവ്, രാത്രിയായാലും പകലായാലൊക്കെ. അങ്ങനെ വലിഞ്ഞു പോകും? പകൽ ലേശം ഒന്ന് വലിഞ്ഞു പോകും. ഇല്ല, അവിടെ തന്നെ ഉണ്ടാവും, നമ്മളെ നോട്ടത്തിൽ തന്നെ ഉണ്ടാവും. അല്ല ഇപ്പോൾ പിന്നെ അന്ന് നിങ്ങൾ 2018 പ്രാവ് പറത്തിയിട്ട് പിന്നെ കുറേ കാലം ഇപ്പോൾ പറത്താതിരിക്കുന്നുണ്ടല്ലോ, അതെന്താ ഇപ്പോൾ കുറേ കാലമായിട്ട് പ്രാവ് പറത്താതെ? ഒന്നാമത് സമയമില്ല, അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ ആയിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2 വർഷത്തിന് അടുത്തായി. പക്ഷേ 2022 ലാസ്റ്റ് വിട്ട്. 2022 അത് റോയൽ അടുത്ത ജില്ലാ ടൂർണമെന്റ്, അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടും ചെയ്തു. 14-10 ഒറ്റ ടൂർണമെന്റ് ആ വർഷം വിട്ടിട്ടുള്ളൂ, പിന്നെ വിട്ടിട്ടില്ല. 13 മത്സരം വിടല്ലേ നിങ്ങൾ? 13 കുറേ ആയി വിട്ടിട്ടില്ല. അങ്ങനെ സ്ഥാനങ്ങൾ ഒരുപാട് വർക്കിൽ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ. 13 കാലത്തൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്? 13-ൽ 18 ടോപ്പ് ടൈം. 18. പിന്നെ 2020 ഫസ്റ്റായിട്ട് തുടങ്ങിയത് 2017 2017 2020 ഫസ്റ്റ് തുടങ്ങി തിരൂർ കമ്മിറ്റി. അതിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കണ്ണൂരായിരുന്നു. 2020 ഇവിടെ മലപ്പുറം ജില്ലയിൽ നടത്തിയതാണ്. 7 മണിക്ക് 12 മണിക്ക് വിട്ടിട്ടുള്ളത്. അതേപോലെ ഈ നിങ്ങളെങ്ങനെ ഈ ലൈനേജ് കീപ്പ് ചെയ്യുന്നത്? ഈ ലിമിറ്റഡ് അൺലിമിറ്റഡ് ആ ലൈനിലേക്കുള്ള പ്രാവുകൾ എങ്ങനെ കീപ്പ് ചെയ്ത് വെക്കുന്നത്? പണ്ട് മുതലേ പെർഫോമൻസ് കാഴ്ചവെച്ച പ്രാവുകളുണ്ടാവും, അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള പ്രാവുകളുണ്ടാവും. പല രീതിക്ക് ചിലപ്പം മെയിൻറ്റുള്ള പ്രാവുകളാവും, ചിലപ്പോൾ നല്ല പറവുള്ള പ്രാവാവും, ചിലപ്പോൾ പറവും മെയിൻറ്റുള്ള പ്രാവ് ഉണ്ടാവും. ഞങ്ങൾക്ക് പണ്ട് മുതലുള്ള പ്രാവ് നല്ല പ്രാവുകൾ അന്നേ സെലക്ട് ചെയ്ത് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു മെയിൻ്റ് ഉണ്ട്. നല്ല പ്രാവിനെ ഞാൻ കൈവിടാതെ കീപ്പ് ചെയ്ത് അങ്ങനെ കീപ്പ് ചെയ്ത് ആ പ്രാവുകളൊക്കെ ഞാൻ ഇതാക്കി കളിച്ച് ഇന്നുള്ള ഈ കാലത്തിൽ ഇന്ന് ഏത് രീതിക്കും പറപ്പിക്കാനുള്ള പ്രാവ് കയ്യിലുണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. ഏത് രീതിക്ക് പറപ്പിക്കാനുള്ള പ്രാവും കയ്യിലുണ്ട്. അതിലുള്ള കുഞ്ഞുങ്ങൾ എടുക്കാൻ പറ്റിയ പ്രാവുകളും അതെങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നു കൈവിടാതെ. മെയിനായിട്ട് ക്ഷമ വേണം. ഇതിനെ പ്രാവുകളെ ഓരോ പ്രാവിനെ വിലയിരുത്താനും ഇത് വർഷങ്ങൾ സമയമെടുക്കും. ഓലെ വിലയിരുത്താനും അതിനനുസരിച്ച് പ്രാവിൻ്റെ സ്വഭാവം നോക്കി ജോഡി സെറ്റ് ചെയ്യാനും പ്രാവളെ ആ ഒരു സ്വഭാവ കാറ്റഗറി നോക്കിയാണ്ടാണ് ജോഡി സെറ്റ് ചെയ്യല്. അതിന് ചെയ്യുമ്പോൾ ഏകദേശം കണ്ണ് നോക്കുന്നവർക്കും പ്രാവിൻ്റെ ബോഡി ലാംഗ്വേജ് നോക്കുന്നവർക്കൊക്കെ അതൊരു ഒത്തുവരും ചെയ്യും.
അവർ കണ്ണിൽ കാണുന്നത് അല്ലെങ്കിൽ വേറെ ലക്ഷണങ്ങൾ കാണുന്നത് നമ്മളെ അനുഭവത്തിൽ കാണുന്നുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് ജോഡി സെറ്റ് ചെയ്യുമ്പോൾ പ്രാവുകൾ ക്ലിയർ ആയി വരുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല. എനിക്ക് തന്നെ പ്രാവിന്റെ ബ്ലഡ് ലൈനാണ് ഞാൻ നോക്കല്. പ്രാവിന്റെ പാരമ്പര്യം, അതായത് പ്രാവിന്റെ സ്വഭാവ ഗുണങ്ങൾ, അത് ഒന്നാമത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് അങ്ങനെ പ്രാവ് ഞാൻ എടുക്കലില്ല. പുറത്തുനിന്ന് ഞാൻ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ തിരൂർ കുഞ്ഞുട്ടിൻ്റെ അടുത്ത് നിന്ന് നല്ല ലൈനേജ് പ്രാവ് വരുമ്പോൾ അവിടുന്ന് എടുക്കാന്നല്ല, വേറെ അവിടുന്ന് പുറത്തുനിന്ന് അങ്ങനെ പ്രാവ് എല്ലാം കൊണ്ടുവരില്ല. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവരുന്ന പ്രാവിനെ നമുക്ക് അറിയണം, ആ പ്രാവ് എന്തൊക്കെ ചെയ്തിരിക്കണമെന്ന് അറിയണ പ്രാവുകളുണ്ടല്ലോ. ആ പ്രാവുകളെ ക്വാളിറ്റി നമുക്ക് കണ്ടറിഞ്ഞ പ്രാവാന്നുണ്ടെങ്കിൽ, പക്ഷെ ഒന്നാമത് കണ്ണിത് നോക്കാനുള്ള അറിവൊന്നും ഇപ്പം നമുക്കില്ല, കണ്ണിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇതിൽ ജോയിൻ്റ് ആക്കിയാണ് ജോഡി സെറ്റ് ചെയ്യൽ. അത് വേറെ കുറേ ക്ലിയർ ആവലുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടില്ലെങ്കിലും. എങ്ങനെ പ്രാവ് സെലക്ട് ചെയ്യണേ? പ്രാവ് സുഭാഷ് ബ്ലഡ് ലൈനാണ് പ്രാവിൻ്റെ. ബ്ലഡ് ലൈൻ നന്നാവണം, പാരമ്പര്യം. അത് നന്നായെങ്കിൽ എന്താവുള്ളൂ, പ്രാവ് നന്നാവുള്ളൂ. കണ്ണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ടാവും, അത് നന്നായിട്ടുണ്ടാവും. പ്രാവിൻ്റെ ബ്ലഡ് ലൈനാണ് അത് നന്നെങ്കിൽ നല്ല പ്രാവ്, തറവാടി പ്രാവാന്നുണ്ടെങ്കിൽ ആ പ്രാവിന് എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. ഈ തമിഴന്മാരൊക്കെ ചില വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവരെ ലൈനേജ് ബ്ലഡ് ലൈന് നോക്കുന്നത്. അതുപോലെ കാലങ്ങളായിട്ടുള്ള ഓർക്ക് അറിയണം. ആ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഓർക്ക് അറിയാം അത് ഏത് കളറിൽ വന്നാൽ എങ്ങനെ പറക്കും, അത് എന്തൊക്കെ ഫാൾട്ടുകൾ കാണിക്കും, ഈ കണ്ണിൽ വന്നാൽ എന്ത് കാണിക്കും, ആ കണ്ണിൽ എന്തെന്ന് ആണ് വന്നാൽ എന്ത് കാണിക്കും, പെണ്ണ് വന്നാൽ എന്ത് കാണിക്കും, അതിനെ എങ്ങനെ ജോഡി സെറ്റ് ചെയ്യണം, ഇതൊക്കെ ഓർക്ക് അറിയും. അതിൽ ഓർക്ക് ഏതെങ്കിലും നല്ലൊരു വേറെ ബ്ലഡ് ലൈന് ചേർക്കുമ്പോഴാണ് പ്രാവ് വേറെ തരം മാറി വരല്. ഡബിൾ കണ്ണ് പ്രാവിനെ പറ്റി നിങ്ങൾ എന്താ പറഞ്ഞത്? എങ്ങനെ ഡബിൾ കണ്ണ് അത്ര വലിയ നല്ലതല്ലേ? ഡബിൾ കണ്ണ് പൊട്ടുകണ്ണൊക്കെ വരുന്നത് എന്റെ കാഴ്ചപ്പാടിൽ നല്ലതല്ലെന്ന് വെച്ചാൽ അതില് പ്രാവ് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് 15 മണിക്കൂർ പറഞ്ഞ പ്രാവ് ഡബിൾ കണ്ണായിരുന്നു. 15 മണിക്കൂർ. പക്ഷെ ഇതൊരു സൂചനയാണ്. പ്രാവ് ആ പോണ പോക്കിൽ ചെറിയ മാറ്റം വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും മേജർ എന്തെങ്കിലും നമ്മളിപ്പോ വലിയൊരു എന്തെങ്കിലും അസുഖമൊക്കെ നമുക്ക് വരേണ്ട ശരീരം ഓരോരോ സൂചനകൾ കാണിക്കൂല. അതേപോലെ തന്നെയാണ് ഈ ഡബിൾ കണ്ണും പൊട്ടുകണ്ണൊക്കെ എന്ന് പറഞ്ഞാൽ ഓല പോണ പോക്കില് ഓൽക്ക് ചെറിയ തകരാറ് വരാൻ പോണുണ്ട് ഉള്ള സൂചന ഞാൻ മനസ്സിലാക്കിയുണ്ടോ. ആ പ്രാവൾ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. നല്ല പ്രാവിൽ ക്രോസ് ചെയ്ത് പ്രാവിന് ലൈൻ ഒന്നും കൂടി ക്ലിയർ ആക്കി കൊണ്ടുവരേണ്ടി വരും. ഡബിൾ കണ്ണ് പ്രാവൾ പറഞ്ഞിട്ടുണ്ട്, അതിന് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ഡബിൾ കണ്ണ് ഈ ഒരു ചുണ്ട് കറുപ്പ് ഒരു ചുണ്ട് വെളുപ്പ് അങ്ങനത്തെ ഒക്കെ എനിക്ക് വലിയ താല്പര്യമില്ല. പ്രാവള് നല്ല പ്രാവളായിക്കാറ്, പക്ഷെ അവരെ ക്ലിയർ ചെയ്ത് അവിടുന്ന് ക്ലിയർ ചെയ്യാനായിക്കണം എന്നുള്ള സൂചനയാണ് ആ കാണിക്കുന്നത്. അവരെ പിന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഡബിൾ കണ്ണല്ലേ 15 മണിക്കൂർ പറഞ്ഞ പ്രാവ് ഡബിൾ കണ്ണാണ്. അതിൻ്റെ പ്രാവുകളാണ്, അതിൽ കൂടെ വന്ന പ്രാവുകളാണ് ഏകദേശം ഒരു 70-80% പ്രാവുകളും കയ്യിലുള്ളത്. ആ ഡബിൾ കണ്ണ് പ്രാവ് അതിന് ഒരുപാട് ഫാൾട്ട് ഉണ്ടായിരുന്നു. അത് ഓൻ പറപ്പിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ സ്നേഹിതൻ്റെ ആയിരുന്നു. അപ്പോൾ ഓൻ പറപ്പിച്ചിട്ട് ഫസ്റ്റ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടണത്. പിന്നെ ഞാൻ ഓനക്ക് കൊടുക്കും വരും അങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താണ് പ്രാവ് അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഇൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഫാൾട്ടുകളുണ്ട് ഞാൻ പ്രാവിന്. പക്ഷെ ഇൻ്റെ അടുത്തു നിന്നാണ് അത് ക്ലിയർ ആയത്. അത് വിരിഞ്ഞ സ്ഥലത്ത് നിന്ന് മുട്ട വിരിഞ്ഞ് വലുതായ സ്ഥലത്ത് ഇത് ഫാൾട്ടായിരുന്നു. അതിന്റെ ഫാൾട്ട് ഇൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് അത് ക്ലിയർ ആയത്. ഫാൾട്ടാണ് അത്. പിന്നെ നമ്മൾ ജോഡി ക്രോസ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ രീതി ചെയ്യുമ്പോഴാണ് പ്രാവ് ക്ലിയർ ആയി കുഞ്ഞന്മാർ ക്ലിയർ ആയി വരലും ആ ലൈന് ക്ലിയർ ആയി വരലും. സമയം വർഷങ്ങൾ സമയം എടുക്കും പ്രാവളൊക്കെ നന്നാക്കി എടുക്കാൻ. ഇത് ഒറ്റയടിക്ക് സ്വിച്ച് ഇട്ടാൽ കുഴപ്പത്തിന് മാതിരിയല്ലത്. ഇത് നല്ല സമയം എടുക്കും. പിന്നെ ഈ നിങ്ങളിപ്പോൾ ഒരു മത്സരത്തിന് പങ്കെടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അതിൻ്റെ അത് അവസാനിക്കുന്ന വരെയുള്ളൊരു ആ ഒരു നമുക്കുള്ള ഒരു ഹാപ്പിനെസ്സും സന്തോഷവും പല ഒരു അനുഭവങ്ങളിലൂടെ അല്ലേ കടന്നു പോവാം. ചിലപ്പോൾ ആളുണ്ടാവില്ല. അങ്ങനെയുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളൊരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. നിങ്ങൾക്കുള്ള ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ്. ഇടങ്ങേറ് എങ്ങോട്ട് തിരിയാനും പറയാനും പറ്റില്ല. ഈ 2 പ്രായം ടൈമാക്കാൻ വിട്ടാൽ നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. അവർ ഇറങ്ങണ വരെ നോക്കി നിൽക്കലും അവരോരോ മൂവ്മെന്റ് വാച്ച് ചെയ്യണല്ലേ. പിന്നെ അതൊക്കെ ടൈമായി വരുമ്പോൾ ടൂർണമെന്റ് അടുപ്പിച്ച് വരുമ്പോൾ നല്ല രീതിയിൽ വരുമ്പോഴേക്കാരം പ്രാവിനെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ കാറ്റുമയൊക്കെ പിടിച്ച് നിന്നാൽ ബന്ധ ചെയ്യേണ്ട അവസ്ഥയിൽ വീണ്ടും പിന്നെ അവിടെ നിന്ന് എന്തായി ഒരു കെട്ടിക്കൊടുക്കായി. പിന്നെ അത് ക്ലിയർ ചെയ്ത് കൊണ്ടല്ലേ ഒരു പറവ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പറവക്കണ കിട്ടിയാൽ പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് പറപ്പിക്കാൻ കിട്ടിയ നല്ല സുഖമാണ്. ഇത് ടാസ്ക് ഈ ഒരു ഇത് നമുക്ക് എത്തിക്കലാണ് പാട്.
ഒക്കെ റെഡി ആയി വരുമ്പോഴാണ് ഒന്നൊരു കാലാവസ്ഥ എന്നാണ്ട് ആയി വരിക, അല്ലെങ്കിൽ പ്രാവിന് എന്തെങ്കിലും അസുഖം വരും. എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ഇതൊക്കെ ലെവലായി വരുന്നതാണ് ടൂർണമെന്റിൽ സംഘടിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് നമ്മൾ പാമ്പും കൂടും കളിക്കുന്ന മാതിരിയാണ്. ഇതാ മേലൊക്കെ എത്തുക എന്നുള്ളത് ആ എത്തണ വരെ ഭയങ്കര പണിയാണ്. എത്തിയൊക്കെ ഞാൻ ദിവസത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്ന് വിട്ട് കഴിഞ്ഞാൽ കാലാവസ്ഥ വിപരീതമായിരുന്നു. ഒന്നുകിൽ പേരുമാരി ഇല്ലെങ്കിൽ ഒരു വിങ്ങണ ചൂടയിക്കാരോ, ചിലപ്പോൾ കാറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കണ ചൂടയിക്കാരോ. ഇതൊക്കെ തരണം ചെയ്ത് പറക്കുന്ന പ്രാവാണ് വിഞ്ചയില്. ഇടങ്ങേറാണ്. അപ്പൊ നമുക്ക് നിൽക്കാത്ത തന്നെ ഇപ്പൊ 2-3 വർഷമായിട്ട് ഇതിന് നിൽക്കാത്ത തന്നെ ഇതന്നെ കാരണം. പാർട്ട്നേഴ്സൊക്കെ അവരൊക്കെ ഓരോ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടേതായ തിരക്കിലായി. അങ്ങനെ പാർട്ട്നേഴ്സ് ഇപ്പം ഓർക്കൊന്നും ഇപ്പം നമുക്ക് നിൽക്കാനുള്ള സമയം, ആർക്കും ഇത് സമയം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിനോടൊരു ഇതന്നെ കാരണം. പ്രാവ് ഇവിടെ തന്നെ, പ്രാവ് ഒന്നും കൈവിട്ടിട്ടില്ല. പറപ്പിക്കണില്ലെങ്കിലും പ്രാവൊക്കെ അന്നും ഇന്നും കീപ്പ് ചെയ്തും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ദുശ്ശീലം എനിക്കുണ്ട്. അതുപോലെ നമ്മളെ ഹായ് ഗൈസ് ചാനൽ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. നമ്മളെ ചാനൽ കണ്ടിട്ടാണ് നിങ്ങൾ അവർ പ്രാവ് വളർത്തൽ തുടങ്ങിയത്, ട്രെയിനിങ് തുടങ്ങിയതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നമ്മളെ ഇത് കാണുന്ന ഒരാളല്ലേ, നിങ്ങൾ നമ്മൾ അഭിപ്രായം പറഞ്ഞു. എൻ്റെ ചാനൽ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ കാണലുണ്ട്, എല്ലാ വീഡിയോസും കാണലുണ്ട്, കമന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. ഞാൻ ഒരുപാട് കൂടുകൾ എൻ്റെ വീഡിയോ കൂടെ ആരിസ് ഖാൻ്റെ, കലങ്കൈ, പിന്നെ നമ്മളെ ഫിറോസ് ഖാൻ, അങ്ങനെ കുറേ ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ എൻ്റെ യൂട്യൂബിൽ കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വീഡിയോസ് ആണ്, അടിപൊളിയാണ്. ഇനിയും തുടരുക. ഉള്ള സമയത്തൊക്കെ നല്ല നല്ല കൂടുതൽ ലോഫ്റ്റൊക്കെ വിസിറ്റ് ചെയ്ത് കണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തിട്ടാൽ പുതിയ പുതിയ ആൾക്കാർക്കൊക്കെ നല്ല ഒരു ഇതായിക്കാരോ, പ്രചോദനമായിക്കാരോ. ഇതാണ് നമ്മുടെ അമിതാഖാന്റെ മോനാണിത്. അടുത്ത പ്രാവിന്റെ ആളാണ്. ഓക്കെ, പ്രാവുണ്ട് പറഞ്ഞാൽ പ്രാവില്ല, എനിക്ക് പ്രാവിന് ഇഷ്ടല്ലേ? പ്രാവിന് ഇഷ്ടല്ലേ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇവരെ പ്രാവുകളൊക്കെ കാണാം കേട്ടോ. പ്രാവുകളെ കണ്ടിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എടുക്കുന്നത് ഭയങ്കര രസകരമായ ഒരു സ്ഥലത്താണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതാ അമിതാഖാൻ്റെ ആ പറഞ്ഞ പ്രാവുകൾ, നല്ല ലൈനേജിൽപ്പെട്ട പ്രാവുകൾ. ഇത് തലപ്പുള്ളി എന്ത് പ്രാവ് ഇപ്പോൾ ഇതിന് പറയുന്നത്? വാൽക്കറുപ്പ് പ്രാവ് അല്ലേ? ഇതാണ് ആ പ്രാവുകൾ. ഓക്കെ, വാൽക്കറുപ്പിൽ ഇതൊക്കെ അതേ ലൈനേജ് പ്രാവല്ല, അന്ന് 15 മണിക്കൂറൊക്കെ പറഞ്ഞത്. അമ്മി മോനാണല്ലേ? അങ്ങനെയൊക്കെ ജോഡിയിടല്ലേ? ഓക്കെ, ലൈനേജ് കീപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രാവുകളെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാ പറഞ്ഞ ലൈനിൽപ്പെട്ട പ്രാവ. ഓക്കെ ഓക്കെ, ഇത് പെൺപ്രാവ് അല്ലേ? ഓക്കെ ഓക്കെ, ഇതിൽ പെട്ട പ്രാവാണ് 15 ഇതിക്കൊക്കെ പറഞ്ഞത്. ഇത് ലക്ഷണം ഒത്തൊരു പ്രാവാണ് അല്ലേ? പിന്നെ അമ്മല്ലേ? ഓക്കെ 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 ഓക്കെ, ഇത് വാൽക്കറുപ്പ് പ്രാവ് അല്ലേ? ഇതൊക്കെ ആദ്യം ഒരു കറുപ്പിലായിരുന്നു പ്രാവുകൾ വന്നിരുന്നു. ഇത് വാൽക്കറുപ്പല്ലേ? കത്തങ്ങടിപ്പുള്ള വാൽക്കറുപ്പ് ഉണ്ടാവില്ല, കത്തങ്ങടിപ്പുള്ള അല്ലേ? കത്തങ്ങടിപ്പ് പറഞ്ഞപ്പോൾ ഏതാണ്? ഇതതിൻ്റെ ആൺപ്രാവ് അല്ലേ? അതേ ലൈനിൽ അതിൻ്റെ മോൻ തന്നെയാണ്, അമ്മി മോനുള്ളിൽ മോനാണ് ആണല്ലേ? ഓക്കെ, അത് മോനാണ്. ഓക്കെ ഓക്കെ, ഇതിനൊക്കെ പറത്തിയിട്ടുണ്ട് നിങ്ങൾ? പറത്തി വെക്കുന്നുണ്ടോ? ഇത് 2 പറ പറപ്പിച്ചിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. ഒരു എത്ര പറഞ്ഞിട്ടുണ്ട്? അത് ഫസ്റ്റ് പറ ഇതേമാതിരി വിട്ട് 4 മണിക്ക് ഇട്ടിട്ട് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറക്കി. രണ്ടാമത്തെ വിട്ടിട്ട് 2 മണിക്ക് വിട്ട് പിറ്റേ ദിവസം 2 മണിക്ക് വിട്ടിട്ട് 11 മണി കഴിഞ്ഞു രാത്രിയോ? ഓ, നല്ല കയറി പറക്കൂലേ? ഓക്കെ, ഒരു കാലൊക്കെ നോക്കട്ടെ. കാല് കുറേ വളയും ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, പ്രാവുകളൊന്നും കാര്യപ്പെട്ട പ്രാവുകളൊന്നും ഇവിടെ ഇല്ല. അല്ല, ഈ മെയിൻ പ്രാവളാ വേറെ സ്ഥലങ്ങളിലാണ് നിങ്ങൾ കീപ്പ് ചെയ്താണ്? ഓക്കെ, ഇതൊരാണ് പ്രാവാണ്. ഓക്കെ, ഇതേപ്പെട്ട ഇതും അതേ ലൈനിൽപ്പെട്ട പ്രാവാണ്. അത് ആ പെൺപ്രാവിൻ്റെ ഒരു കുട്ടിയാണ്. ഓക്കെ, അച്ഛൻ ഈ പ്രാവ് ഞൊണ്ടി പ്രാവാണ്. കരു ചെയ്യുന്നു 2-3 വർഷമായിട്ട്. ഇപ്പൊ കരുട്ടി. ഇത് വാൽക്കറുപ്പിലുള്ള പ്രാവ്. ഇതിനൊക്കെ ക്വാളിറ്റി ഉണ്ട് പറക്കാനുള്ള. ഇതൊക്കെ ഭയങ്കര പറവുള്ള ക്വാളിറ്റിയാണ്. ഹൈ പറവാണ് ആ പ്രാവിന്. ഹൈ പറവല. സെയിലൊക്കെ ഉണ്ടെങ്കിൽ സെയിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, ഈ പ്രാവിന്റെ നമ്പറൊക്കെ കൊടുക്കട്ടെ നമ്മള്. സിൽവർ കണ്ണാണ്. സിൽവർ നല്ല അടിപൊളി കണ്ണാലേ? സിൽവർ എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കളറല്ല, പറവന്റെ ലക്ഷണമാണ്. നോക്കുന്നവർക്ക് കാണാം സിൽവർ ഉള്ള കണ്ണാണ്. ഓക്കെ ഓക്കെ, ഭയങ്കര കളറല്ലേ? ഈ കൺപോളെ പൊന്തിച്ചാൽ കാണാം സിൽവർ. ആ സിൽവർ അതാണ് പറവ കൂടുതൽ ക്വാളിറ്റി ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഒന്ന് സ്റ്റാൻഡിങ് പൊസിഷൻ നോക്കാം. ഓക്കെ, ഇതൊക്കെ ലൈനിൽ പ്രാവലൊക്കെ ചെറിയ പ്രാവലത് ചെറിയൊരു ദിക്ക് വന്നിട്ടുണ്ടല്ലേ?
ആ പെൺപ്രാവ് പുറത്തെ പ്രാവ്, നാഗപട്ടണം പ്രാവ്. നാഗപട്ടണം പ്രാവാ? അതെങ്ങനെയുണ്ട് നിങ്ങളെ പ്രാവ്? നാഗപട്ടണം പ്രാവ് ക്രോസ് ചെയ്തിട്ട് എടുത്തുവിടുന്ന പ്രാവാ? ഇതാണ് പ്രാവ്. നാഗപട്ടണം പ്രാവ് ഞാനും എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കുഞ്ഞെടുക്കാൻ ഇതിനൊന്നും പറ്റില്ല. എങ്ങനെയുണ്ട് പറവൊക്കെ? എങ്ങനെയുണ്ട് പ്രാവുകൾ? ഈ പ്രാവിന് വേറെ പ്രാവിൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് 2 കുട്ടികൾ ഇതേമാതിരി പുറമക്കാർ കൊണ്ടുപോയിട്ട് പറപ്പിക്കാൻ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് പറവൊക്കെ ഉണ്ടോ? എന്താ ചെയ്യുന്നറിയില്ല, കൊണ്ടുപോയിട്ടുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ നോക്കാം. ശരി, എൻ്റെ സ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ പ്രാവുംകൂട്ടിൽ ഓട്ടോമാറ്റിക് വെള്ളത്തിന്റെ സിസ്റ്റം ഒക്കെ നിങ്ങൾ അങ്ങനെ വെച്ചാണല്ലോ? ഓട്ടോമാറ്റിക് ആണല്ലേ. പിന്നെ ഏതാണ് അടുത്ത പ്രാവ്? അടുത്ത പ്രാവ് ഗുല്ല്, ഇരുമ്പലിൽ പെട്ട പ്രാവ്. ഇതാണ് നിങ്ങളെ ഗുല്ല് എന്ന് പറയപ്പെടുന്നത്. നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് തന്നെയല്ലേ ഗുല്ലോ? എന്താണ് അങ്ങനെ ഒരു ഇതുണ്ടല്ലേ? നിങ്ങളെ ഇതാണല്ലേ? ഓക്കെ. ഇതിൽ ഈ കറുപ്പാണ് ഗുല്ല് എന്ന് പറയുന്ന പ്രാവ്? ഗുല്ല് എന്ന് പറഞ്ഞാൽ ഇരുമ്പൻ ലൈനാണ്, ഇരുമ്പന്മാരിറങ്ങില്ല. ഓക്കെ ഓക്കെ. അപ്പം നമുക്ക് അതിനൊന്ന് എടുത്ത് കാണാം. അപ്പോൾ ഇതാണ് നിങ്ങളെ ഗുല്ല് ഐറ്റം പ്രാവ് അല്ലേ? ഓക്കെ ഓക്കെ. ഇത് എവിടുന്ന് എങ്ങനെ വന്ന ലൈനേജ് ഒക്കെയാണ്? നന്തോട്ടൻ്റെ ഇരുമ്പനാണ്ട് ഉണ്ടാക്കിയെടുത്ത പ്രാവാ? ഓക്കെ ഓക്കെ. ബാക്കി പ്രാവ് വേറെ സ്ഥലത്താണുള്ളത്. ഇവിടെ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഓക്കെ ഓക്കെ വേറെ സ്ഥലത്ത് കാര്യപ്പെട്ട പ്രാവൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനിയും പ്രാവുണ്ട്. ഓക്കെ ഓക്കെ. ഇതിലുണ്ടല്ലേ? ഇത് ഈ പറഞ്ഞ പോലെ 14-15 മണിക്കൂറൊക്കെ ഇതിന്റെ പറവ് എങ്ങനെ? ഇതിന്റെ പറവ് പരിധി ഇല്ലാത്ത പറവ്. പരിധി നിൽക്കൂലേ? ഇറങ്ങി കിട്ടൂല? ഭയങ്കര പറവാണ്. പറഞ്ഞപ്പോ ഇതില് തള്ളക്കായി വരും. അവിടെ പറയാത്ത നല്ലത്. അതിന്റെ അനുഭവിച്ചറിഞ്ഞ ആളെ ഞാൻ മനസ്സിൽ നിന്നോട്ടെ. അല്ല അങ്ങനല്ല. എങ്ങനെ ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പറവ്. എന്നാലും എങ്ങനെയാണ് ഇപ്പൊ അത് പരിധി ഇല്ല പറവക്ക്. ഇറങ്ങി കിട്ടൂല? 2-3 ദിവസം നിന്ന് പറക്കും. അങ്ങനെ പറക്കും? രാത്രി ഒക്കെ ഒന്ന് പറക്കും. ചട്ടവാറ് പ്രാവുകൾക്ക് വരൂല. ചട്ടപൊടുത്തല്ല. 1 മാസം നിർത്തി വെച്ചാലും നമ്മൾ നിർത്തി കൊടുത്തും തുടങ്ങൂലേ? പ്രാവല്ലേ? ഇത് ഓരോരുത്തരുടെ അനുഭവം ആട്ടോ. നമ്മള് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും. ചട്ടവാറ് പ്രാവിന് വരൂല. വെറുതെ അങ്ങനെ പറയണല്ല. ഫസ്റ്റ് പറവന്നെ സഡൻ പിക്കപ്പ് ആണ്. എത്ര മണിക്കൂറൊക്കെ എത്ര നേരം പറത്ത് നിൽക്കും? അതോ അത് വലിച്ചു ഫസ്റ്റ് പറഞ്ഞ രാവിലെ രാത്രി അങ്ങനെ ഗ്രൂപ്പിൽ ഇതിന് പറയുമ്പോ അത് തള്ളായിട്ട് വരും. അനുഭവം പറയാന്നുള്ളതല്ലേ? ഇത് അങ്ങനെ ആർക്കും അനുഭവത്തിൽ ഉണ്ടാവില്ല. ഈ ഒരു അനുഭവം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് പറയുമ്പോൾ തള്ളായിട്ട് വരും. അതുകൊണ്ട് എന്റെ അനുഭവത്തിലുള്ള അനുഭവത്തിൽ തന്നെ കിടന്നോട്ടെന്ന് വിചാരിച്ചാൽ പിന്നെ പറയത്തില്ല. അത് അങ്ങനത്തെ ഒരു ക്യാപ്റ്റൻ. ഫീമെയിൽ ഏതാണ്? ഫീമെയില് ഞാനൊരു സ്ഥലത്ത് അക്വറി കടയിൽ നിന്ന് എടുത്തതാണ്. എനിക്ക് കണ്ട് എൻ്റെതായ രീതിയിൽ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്ത പ്രാവാ. കുഞ്ഞിനെ കിട്ടിയോ? വേറെ ജോഡി കുട്ടിയെടുത്ത് ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട് പറപ്പിക്കാൻ. എടുത്ത കുഞ്ഞന്മാരൊക്കെ ഞാൻ വിറ്റതാണ്. വില കിട്ടി കൊടുത്ത് പറപ്പിക്കാത്തതുകൊണ്ട് കുഞ്ഞന്മാരെ കുറഞ്ഞ പൈസക്ക് പറഞ്ഞ 3000 റുപ്യക്ക് 5 പ്രാവിനെ എടുക്കേണ്ടി വന്നു. 5 പ്രാവിനെ 5 എടുത്താലേ ഇതിന് തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ എടുത്ത് 2 പ്രാവിനെ ഞാൻ കൊടുത്ത്. 2 പ്രാവിനെ കൊടുത്ത് 2 പ്രാവിനെ കൊടുക്കാണ്ട്. ശരി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത സെറ്റ് ഇതൊക്കെ ഗുല്ലിൽപ്പെട്ട പ്രാവനെ അല്ല, അത് കോയമ്പത്തൂര് കരുണാനിധി കുഞ്ഞുട്ടി നമ്മുടെ തിരൂരുള്ളല്ലേ? കൂടും പ്രാവ് ഇതേമാതിരി എടുത്തിട്ട് വന്ന പ്രാവാണ് കരുണാനിധി. ഇതിനൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടോ? പറത്തിയിട്ടുണ്ടോ? ഇല്ല, അത് പ്രാവിന് കരുവില്ല. ഓക്കെ ഓക്കെ. പ്രാവിന് കരുവില്ലല്ലേ? നല്ല പ്രാവാണല്ലേ? നല്ല പ്രാവാ. ഓക്കെ. ഇതിപ്പോ 2 എടുത്തിട്ടും കരു കിട്ടിയിട്ടില്ല. മുട്ടിട്ട് കിടക്കുന്നുണ്ട്. നോക്കട്ടെ. ഫീമെയിൽ ഏതാണ്? ഫീമെയില് നമ്മളൊരു വെള്ള ലൈനാണ്. നാഗപട്ടണം വെള്ളന്റെ കുട്ടിയാണ്. നാഗപട്ടണം പ്രാവൊക്കെ നമ്മളവിടെ പറവുണ്ടെന്നു അൺലിമിറ്റഡിക്ക് ഓർക്കണ്ടോ? ഉണ്ടല്ലേ? ആണല്ലേ? പറവ ഓവർ പറവ വന്നൊക്കെ ആ ഒരു വകുപ്പ് തന്നെയാണ് പ്രാവളൊക്കെ വന്നുള്ളത്. ഉണ്ടായിട്ടില്ല നാഗപട്ടണം പ്രാവളൊക്കെ. നല്ല വെള്ളകള് കരിങ്കണ്ണില് വെള്ളകള് ഞാൻ എടുത്തിട്ടുണ്ട്. കരിങ്കണ്ണ് നാഗപട്ടണം പ്രാവിനൊക്കെ എൻ്റെ കയ്യിൽ വന്ന് പോയിട്ടുണ്ട്. നിർത്താനൊന്നും പറ്റിയിട്ടില്ല. ഇതേതാണ്? ഓക്കെ. നിങ്ങളാ ലൈനേജല്ലേ? വെള്ള ലൈനേജല്ലേ? വേറെ സ്ഥലത്താണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളാ ലൈനേജ് പെട്ട പ്രാവല്ലേ? ഇതിലിപ്പോ 3 പ്രാവുന്നുണ്ടോ? ഇതിനൊക്കെ ഇപ്പൊ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പ്രാവ് പറഞ്ഞ പ്രാവാ. ഇതോ? ഇത് 10 മണിക്ക് കിട്ടും. ഏകദേശം പലിച്ചക്ക് 5 മണി കഴിഞ്ഞ പ്രാവ് ഇറങ്ങുമ്പോ 8 മണി വിട്ടിട്ട്. എങ്ങനെ രാവിലെ വിട്ടിട്ടോ? രാവിലെ വിട്ടിട്ട് അടുത്ത ദിവസം വരെ പറഞ്ഞു. ടൈമാക്കി പറഞ്ഞു. ടൂർണമെന്റ് 8 മണി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് മാറ്റേണ്ടി വന്നു. ഇതിലെ സാഹചര്യത്തിൽ ഫീമെയിൽ അല്ലേ? ഫീമെയിൽ നല്ലോണം പറഞ്ഞ പ്രാവല്ലേ? ഇതോ? ഇതും നല്ല പറഞ്ഞ പ്രാവ. ഇത് അതേ ഇതിൽപ്പെട്ട പ്രാവ? ഇത് നമ്മളെ ലൈനല്ല. പണ്ട് ഏകദേശം 2019 വന്നിട്ട് പ്രാവ. പ്രാവ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? ആ പറപ്പിച്ച സുന്ദരിയുള്ള പ്രാവല്ലേ?
നല്ല രീതിക്ക് പറഞ്ഞിട്ടില്ലേ? പിന്നെ നിങ്ങളെ പ്രാവ് പറഞ്ഞ ഇതില്ലേ തലവെട്ട് കുടുങ്ങിയ ഓക്കെ കുറെ കാലമായോ? ഉപകാരങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ ഇതൊക്കെ സെറ്റ് ഇടുണ്ടാവില്ല വേറെ പ്രാവിനൊക്കെ സെറ്റ് ഇടും. വിറ്റുണ്ടല്ലേ? കച്ചവടം ഇതുണ്ടല്ലേ? കോണ്ടാക്ട് നമ്പർ കൊടുക്കാമല്ലോ നിങ്ങളത്? നമ്പർ കൊടുക്കട്ടെ, ആരെങ്കിലൊക്കെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ. ശരി ഓക്കെ ശരി. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ അമിതാക്കാന്റെ വീഡിയോ പ്രാവുകളുടെ ഇത്. ഇതിൽ അദ്ദേഹത്തിൽ പെട്ട പ്രാവുണ്ടോ? വൽക്കറുപ്പ് പ്രാവൾ അല്ലേ? വാൽ വെള്ള ഇത് മുകളിലുള്ള ഇതോ? ഓക്കെ 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 ഇതൊക്കെ അതിൽ പെട്ട പ്രാവുകളാണ്. ഒക്കെ ഒരേ ഒരു ക്വാളിറ്റി അല്ലേ? സബ്ജിത്തില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ അമിതാക്കാന്റെ നമ്മുടെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ അമിതാക്കാൻ്റെ ചെറിയൊരു സെറ്റപ്പിൽ നമ്മൾ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സപ്പോർട്ട്, പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. സുഭാഷിൻ്റെ ചാനൽ പരമാവധി നമ്മുടെ വീഡിയോ കാണുക, അതേപോലെ അത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, ഇനി നമ്മളെ 2-3 പ്രാവിനെ നമ്മൾ ഗുജറാത്തിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അവിടെയുള്ള വീഡിയോകൾ ഞാൻ നമ്മുടെ യൂട്യൂബിലിടുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു.